ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ഈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അതെ ചങ്കും ചങ്ക് ആയ നമ്മുടെ റോജയുടെ എൻഗേജ്മെന്റ് കാര്യങ്ങളാണ് നമ്മളെ കാണിക്കാൻ പോകുന്നതൊക്കെ. പക്ഷെ എന്താണെന്നറിയില്ല, കണ്ടു നോക്കൂ. സോ ഗൈസ്, ഞാൻ ഇട്ടിരിക്കുന്ന ഫേസ് മാസ്ക് ആപ്സ് ഗുഡ്നസിൻ്റെ റോസിപ്പ് എന്ന ഫ്ലേവറിൻ്റെയാണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ഫേസ് മാസ്ക് ആണ്. സോ നമ്മൾ നല്ലൊരു മേക്കപ്പ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് സ്കിൻ പ്രെപ്പ് ചെയ്ത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ മേക്കപ്പ് കുറച്ചും കൂടെ ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും കേട്ടോ. ഞാനിന്ന് ഈ സാരിയാണ് എടുക്കാൻ പോകുന്നത്. വൈറ്റിൽ നല്ലൊരു മെറൂൺ ബോർഡർ വരുന്ന നല്ലൊരു ബനാറസി സാരിയാണ് ഞാനിന്നിവിടെ കൊടുക്കുന്നത് കേട്ടോ. ആൻഡ് ഈ സാരി എൻ്റെ നാത്തൂൻ്റെയാണ്. ആൻഡ് നമ്മളിനി മേക്കപ്പിലേക്ക് കിടക്കുകയാണ്. ബ്യൂട്ടീഷ്യൻ നമുക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് നമ്മളതിൽ ഇച്ചിരി ഫോക്കസ്ഡ് ആണ്. സോ ആദ്യം തന്നെ ഞാൻ പ്രൈമറാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പ്രൈമർ തന്നെയാണ്. നൈബയുടെ 4in1 പ്രൈമറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. സോ ഞാനത് ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മേക്കപ്പ് അധികം നേരം എൻ്റെ സ്കിന്നിൽ സ്റ്റിക്ക് ആവില്ല. സോ ഞാൻ നന്നായിട്ട് പ്രൈമർ ഇട്ടിട്ടാണ് മേക്കപ്പ് ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എവിടെയാണ് മേക്കപ്പ് പെട്ടെന്ന് പോവുക എന്നുള്ളത് അവിടെ മാത്രം യൂസ് ചെയ്താലും മതി. ഞാനിത് എൻ്റെ വോൾ സ്കിന്നിൽ യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഞാൻ ഈ ഷുഗറിൻ്റെ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. ലിപ്സ്റ്റിക് ഇടാൻ നേരത്ത് ഒരു കേക്കി ഫീലൊന്നും വരാതിരിക്കാനായിട്ടാണ്, ഒരു ക്രാക്കിങ്ങും കാര്യങ്ങളൊന്നും വരാതെ സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവാനായിട്ട് ഈ ഒരു ലിപ് ബാം നമ്മളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഏത് ലിപ് ബാമാണ് യൂസ് ചെയ്യാം. ഇത് അടിപൊളി ലിപ് ബാമാണ്. ദെൻ ഞാൻ പോകുന്നത് കൺസീലറിലേക്കാണ്. ആസ് ഐ ഓൾറെഡി ടോൾഡ് യു ഇൻ മൈ പ്രീവിയസ് വീഡിയോസ്, ഞാൻ എൻ്റെ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളതാണ് എടുത്തിരിക്കുന്നത്. അത് സ്കിന്നിൽ ലൈക്ക് ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് തന്നെ വൺസ് മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ആയി കഴിയുമ്പോഴത്തേക്ക് ഡൾ ആവാനായിട്ടുള്ള ഹൈലി ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈറ്റ് ടോൺ ആയിട്ടുള്ള ഒരു കൺസീലർ യൂസ് ചെയ്യുന്നത്. അപ്പം അത് എൻ്റെ ടോണുമായിട്ടത് മാച്ചായി വരും. ഓക്കെ, സോ ഞാനിവിടെ ഇത് സ്പഞ്ച് കൊണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് മേക്കപ്പ് ബ്രഷ് കൊണ്ടോ ഒക്കെ നമുക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രോപ്പറായിട്ട് ഞാനിത് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ ഇപ്പം നിങ്ങൾക്ക് കണ്ട ഒരു കുഞ്ഞു ഭൂതത്തെ പോലെയൊക്കെ തോന്നും, ഒരു വാമ്പയർ എഫക്റ്റൊക്കെ തോന്നും. പക്ഷേ നോ വറീസ് ഗൈസ്, ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റാവും. ഓക്കെ, ദെൻ ഞാനിത് ഇനി ഐ ഷാഡോയിലേക്ക് പോവാണ്. ഞാനൊരു ക്രീമി ഐ ഷാഡോ ബീസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ദെൻ ഞാൻ അത് തന്നെയാണ് എൻ്റെ ബ്ലഷായിട്ട്, അതായത് നോസിൻ്റെ ടിപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നല്ല ലാസ്റ്റ് ചെയ്യുന്നതും കൂടെ ആണ്. ദെൻ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹൈലൈറ്ററാണ്. ഇത് ലിക്വിഡ് ഹൈലൈറ്ററാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നല്ല അടിപൊളി ഒരു ഹൈലൈറ്റർ തന്നെയാണ് ഇത്. നല്ലൊരു ലൈക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഷിമ്മറി ഷെയ്ഡ്സ് ആയിട്ടുള്ള ഐ ഷാഡോസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്രീമി ടെക്സ്ചറിലുള്ള ഐ ഷാഡോ ഇട്ടിട്ട് ഈ ഒരു ഹൈലൈറ്റർ കൂടെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ലൈക്ക് ഒരു ഐ ലുക്ക് എനിക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം നമ്മളൊരു ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും ഈ ഒരു ഷിമ്മറി ലുക്കാണ് എപ്പോഴും സ്മൂത്തായിട്ട് പോവുക. സോ ഞാനതെൻ്റെ ഐലിഡ്സിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യാനായിട്ട് പോവാണ്. ഐബ്രോ ഞാൻ ഫിൽ ഔട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഐലാഷ് കളർ, സോ ഞാനിവിടെ എൻ്റെ ലാഷസ് വളരെ കുറച്ചേ ഉള്ളൂ എന്ന് മാത്രമല്ല അതിങ്ങനെ താട്ടിങ്ങനെ ഡൂമിയായിട്ടാണ് നിൽക്കുന്നത്. സോ അതിനെ ഒന്ന് നന്നായിട്ട് ഫോം ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐലാഷ് കളർ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് ദെൻ ഞാൻ ഇന്നിവിടെ ഒരു നോർമലായിട്ടുള്ളൊരു കാജൽ ഐ ലുക്കാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഐലിഡ്സിൻ്റെ മുകളിലാണ് അപ്പറായിട്ടുള്ള സ്ഥലത്താണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. താഴെ ഞാൻ കൊടുക്കുന്നില്ല, മുകളിൽ മാത്രമേ ഞാൻ നല്ലൊരു ഇതിൽ നല്ല തിക്കായിട്ട് ഈ കാജൽ അപ്ലൈ ചെയ്യുന്നുള്ളൂ.
നാർസിൻ്റെ മസ്കാരയാണ്. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ നേരത്തെ വീഡിയോസ് യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്ട്സ് തന്നെയാണ് സെയിം റിപ്പീറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ കുറേ പേര് ഇത് വാങ്ങിയിട്ടുള്ളതുമാണ്. സോ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലാഷസിനെ ലെങ്ത് ചെയ്യിക്കാനും, സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലാഷസിനെ വോളിയമൈസ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ എനിക്ക് നല്ലൊരു നമ്മുടെ ഫേക്ക് മസ്കാര വെച്ചതുപോലെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. ദെൻ ഞാനിത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫേസസ് കാനഡയുടെ ലിപ്സ്റ്റിക്കാണ്, ലിപ് ക്രയോൺ ആണ്. ഇത് ഒത്തിരി നേരം ലാസ്റ്റ് ഒന്നും ചോദിച്ചാലില്ല. ഇത് ക്രീമി ആയതുകൊണ്ട് എൻ്റെ ലിപ്പിൽ ലിപ്സ്റ്റിക് ഒന്നും ഇരിക്കാറ് പോലും ഇല്ല ഗൈസ്. ആൻഡ് ദെൻ ഞാനിവിടെ ഒരു പൊട്ടുകൂടെ കുത്താണ്. ഞാൻ റെഡ് കളറ് പൊട്ടാണ് കുത്തുന്നത്. സോ നമ്മുടെ ലുക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ മസ്കാര ഇട്ടതിന് ശേഷം കണ്ണിൻ്റെ മണ്ടയിൽ കുറച്ച് സ്മഡ്ജ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ അത് തന്നെ കുറച്ചുകൂടെ സ്മൂത്ത്ലി സ്മഡ്ജ് ചെയ്തിട്ട് ഇതൊരു നല്ല ലുക്കാണ്. നമുക്ക് ഐലൈനർ എഴുതാം. അതിന് പകരം ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടെ ഒരു സ്മോക്കി ലുക്ക് ഒന്നും അല്ല, എന്നാലും അതിനൊരു കുഞ്ഞിലീനായിട്ടൊക്കെ നമുക്ക് കിട്ടും. ഓക്കെ, നമ്മളിവിടെ ഓർണമെൻറ്റ്സ് പെയർ ചെയ്യുന്നത് ഇതാണ്. ഞാൻ ഇടുന്ന ഓർണമെൻറ്റ്സ് ഇതും ഓസാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടല്ല എൻ്റെ നെയ്ബറായ രഹനെ എടുത്തുനിന്നായിരുന്നു ഞാനിത് അടിച്ചു മാറ്റിയതല്ല, ചോദിച്ചു മേടിച്ചാണ്. ആൻഡ് ദെൻ ഞാൻ ഈ ഒരു ബ്ലോ ഡ്രയർ ഉപയോഗിച്ച് ഇനി എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ പോകണം. സോ ഞാൻ സാരി ഇട്ടു, എൻ്റെ മേക്കപ്പ് ചെയ്തു, ഇനി എൻ്റെ ഹെയർ സെറ്റ് ചെയ്യാൻ പോവാം. അപ്പോഴും അവിടെ ഒരാൾ പുറകിൽ വെറുതെ കിടക്കുകയാണ്, റെഡിയായിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല, വെറുതെ കിടക്കുകയാണ്. പക്ഷെ നിങ്ങൾ കണ്ടോണം ഗൈസ്, ഒരുങ്ങി ഇറങ്ങുന്നത് നിങ്ങൾ രണ്ടും ഒന്നിച്ചിരിക്കും. സോ ഞാൻ എൻ്റെ ഹെയർ എല്ലാം സെറ്റ് ചെയ്തു. ഷൈൻ കണ്ടു ഗൈസ്. സോ ഞാൻ ഫങ്ഷൻ ഉള്ളതിൻ്റെ തലേന്നൊക്കെ ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ നല്ലൊരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ ഉപയോഗിച്ച് സെറ്റ് ചെയ്തു. ദെൻ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബ്ലോ ഡ്രൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല കുറച്ചുകൂടെ മുടി ഷൈനിയറായിട്ടും കുറച്ചുകൂടെ ഒരു ഹെൽത്തി ലുക്കായിട്ട് നമ്മുടെ ഹെയർ ഇരിക്കും. ഓക്കെ, കുറച്ച് വോളിയമൈസ് ഒക്കെ ആയിരിക്കും. ദെൻ ഞാൻ ഉപയോഗിക്കുന്ന ഈ സൺസിൽക്കിൻ്റെ ഹെയർ സിറമാണ്. ഹെയർ സിറം യൂസ് ചെയ്യുക, നമ്മുടെ ഹെയറിനെ ഫ്രിസ്നെസ്സിൽ നിന്നും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് സൺസിൽക്കാണ്. നല്ലൊരു ഫ്രാഗ്രൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ സിൽക്ക് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ട്രീക്കോ അങ്ങനെ ഏതെങ്കിലും ബ്രാൻഡ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, സോ നമ്മൾ എണ്ണ തേക്കുമ്പോൾ മുടി കുറച്ചുകൂടി തിക്കായിട്ടിരിക്കും. പക്ഷേ ഇതാണെങ്കിൽ ലൈറ്റ് വെയ്റ്റഡ് ആയിട്ട് നമ്മുടെ ഹെയറിനെ സ്മൂത്ത് ചെയ്യാൻ വയ്ക്കും. ആൻഡ് ദെൻ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വാസ്ലിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറയുന്നൊരു മോയ്സ്ചർ ബോഡി ലോഷനാണ്. ബോഡിയിലെല്ലാം ഞാൻ തേച്ചു. സോ എല്ലാം സെറ്റായി. ഇനി മുടിയും കൂടി ഒന്ന് കിട്ടിയാൽ മതി. സോ ഞാൻ മുടി കെട്ടാൻ പോകുന്നത് ബാക്കിലോട്ട് കുറച്ച് ഫ്രണ്ട് പോർഷൻ ഞാൻ ഒരു ക്രൗൺ ഏരിയ മാത്രം ഞാൻ എടുത്തിട്ട് ബാക്കിലേക്ക് ഒരു ക്ലച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പുറകിൽ ഒരാൾ കാര്യമായിട്ട് ബോഡി ലോഷനും എൻ്റെ മോയ്സ്ചറൈസറും ഈ സമയം അവിടെ പാത്തിരിക്കുന്ന വേറെ ഒന്നുമല്ല ഗൈസ്, എൻ്റെ സൺസ്ക്രീമും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നു. സച്ചു നേരത്തെ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാത്ത ആളായിരുന്നു. ബട്ട് ഇപ്പം എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു സ്കിൻ കെയർ റൊട്ടീൻ തന്നെ സച്ചുവിനുണ്ട്. ദെൻ ഞാനിവിടെ എല്ലാം സെറ്റായി, എൻ്റെ ഹെയറും കാര്യങ്ങളും സെറ്റായി. ഇനി സച്ചുവിനെ ഒരുക്കുക എന്നുള്ളതാണ് നമ്മളുടെ ടാസ്ക്. സാധാരണ ആണുങ്ങൾക്ക് പെട്ടെന്ന് ഒരുങ്ങേണ്ട സമയമുള്ളൂ, പക്ഷേ സച്ചുവിന് ഒരുങ്ങാൻ സമയം വേണം. അപ്പോൾ ഞങ്ങൾ റെഡിയാവുകയാണ്. കഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇറങ്ങുകയാണ്. ഓക്കെ, ബൈ. ജന്മനെ പോവുകയും വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Hope you all enjoy the video. So see you on the next time. Tata, bye.